കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയെന്ന് UDFന്റെ പരാതി. സ്ട്രോങ് റൂം രഹസ്യമായി തുറന്നതായാണ് പരാതി. ഒരു മുറി തുറന്നിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും UDF പുറത്തുവിട്ടു. എന്നാൽ സ്ട്രോങ് റൂം തുറന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. രേഖകൾ സൂക്ഷിച്ച മുറിയാണ് തുറന്നതെന്നും ഡെപ്യൂട്ടി കളക്ടർ വിശദീകരിച്ചു. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എങ്ങനെയാണ് ഇപ്പോൾ പരാതി? കോഴിക്കോട് JDT ഇസ്ലാം കോളേജിലെ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ച എന്നാണ് UDFന്റെ പരാതി. അവിടെ ഈ പേരാമ്പ്ര മണ്ഡലത്തിലെ ബാലറ്റുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതിയായി ഉന്നയിക്കുന്നത്. അതിന്റെ ഒരു CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ ഒരു പരാതി ഉന്നയിക്കുന്നത്. എന്നാൽ അതിലൊരു വിശദീകരണവുമായി പുറത്തു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുടെ തന്നെ ഒരു വിശദീകരണം അതിൽ വരുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നത് എന്നതാണ് ഒരു വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ തുറന്ന് സൂക്ഷിച്ച മുറിയല്ല തുറന്നിട്ടതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലല്ല, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആക്ഷേപിക്കുന്നത്. നമ്മളോടൊപ്പം ഫൈസൽ ബാബു ഉണ്ട്, സൗത്ത് മണ്ഡലം സ്ഥാനാർത്ഥി. ഇപ്പോൾ സൗത്ത് മണ്ഡലത്തിന്റേതാണ് അവിടെ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം, പക്ഷേ ചോദിക്കുമ്പോൾ അത് പേരാമ്പ്ര മണ്ഡലത്തിന്റേതാണ് എന്ന് പറയുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിൽ തന്നെ ഒരു വ്യക്തതക്കുറവും ദുരൂഹതയും ഉണ്ടല്ലോ. ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് ഇത്ര സുരക്ഷിതത്വത്തോടെ നടക്കേണ്ട കാര്യം, വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം, അതിലൊരു CCTV ദൃശ്യങ്ങളുടെ ആ ഫസ്റ്റ് ലെയറിനകത്ത് സൗത്ത് എന്നാണ് അവർ പറഞ്ഞത്, ഔദ്യോഗിക വിശദീകരണം. പിന്നീട് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അത് സൗത്ത് അല്ല, അത് പേരാമ്പ്രയാണെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും വളരെ നിസ്സാരമായി ഈ സ്ട്രോങ് റൂം ക്യാമറയൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായ കാര്യമാണ്. ഇത് സംബന്ധമായി DCC പ്രസിഡന്റ് പ്രവീണേട്ടൻ കലക്ടറോട് സംസാരിച്ചപ്പോൾ കലക്ടർ തന്നെ പറഞ്ഞത് ഇറ്റ് ഈസ് സംതിങ് സീരിയസ് എന്നാണ്, വളരെ ഗുരുതരമായ സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന 100% ഞങ്ങളുടെ ആരോപണം ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയണം. നമുക്കത് അറിയേണ്ടതുണ്ട്, നമുക്കത് ബോധ്യപ്പെടേണ്ടതുണ്ട്. DCC പ്രസിഡന്റ് പ്രവീൺകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നതായിട്ടാണ് നിങ്ങൾ ആരോപിക്കുന്നത്. പക്ഷേ എപ്പോഴും CCTV 24 മണിക്കൂറും സർവൈലൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ സ്ട്രോങ് റൂമുകളാണെങ്കിൽ തന്നെ അത് തുറക്കുമ്പോൾ അത് കൃത്യമായിട്ട് അറിയിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പാലിക്കപ്പെടാണ്ട് തന്നെയാണ് ഇത് തുറന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. CCTVയുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് സംശയം വന്നു. ഫസ്റ്റ് റെയിൽ കോഴിക്കോട് സൗത്താണ്. ഞങ്ങളുടെ വീക്ഷണത്തിൽ ഇവിടെ അപകടം നടന്നത് തുറക്കപ്പെട്ടതും സൗത്തിലെ റൂമാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞ പേരാമ്പ്രയാണെന്ന്. അതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോഴത്തെ റസാഖ് മാഷ് പേരാമ്പ്ര ചീഫിനെ സംസാരിച്ചു. ആറോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡയറി വെച്ച് മറന്നു പോയെടുക്കുന്ന ഇതെന്താ കുട്ടിക്കളിയാ, തമാശക്കളിയാ, ഗോലിക്കളിയൊന്നുമല്ലല്ലോ. ഇത് ഏറെ ഗൗരവമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഞങ്ങൾ പുതിയ ഡിമാൻഡുകൾ വെക്കുന്നു. ആദ്യം ഞങ്ങൾക്ക് 3 സ്ഥാനാർത്ഥികൾക്കും ചീഫ് ഏജന്റും സ്ട്രോങ് റൂം കാണണം. അത് കഴിഞ്ഞ് അടുത്ത് പറയാം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറി അല്ല തുറന്നതെന്നാണ്. ഇനി അത് ഏതെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നർ പെരിമീറ്റർ പാടില്ല, പെരിമീറ്ററിൽ പാടുള്ളൂ. ഇത് ഇന്നർ പെരിമീറ്ററിലാണ്. മെറ്റീരിയൽ അവിടെ സൂക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ട് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥികളോ ഏജന്റുമാരോ ബന്ധപ്പെട്ടവരോടോ വന്നിട്ടില്ലല്ലോ. അതിനർത്ഥം എന്താ? ഈ ഇലക്ഷനിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള അവകാശം അവർക്കില്ലേ? അപ്പം അവർ പരിപൂർണമായും അവർക്ക് എല്ലാ വിവരങ്ങളും അറിയാമെന്നല്ല എന്ന് മനസ്സിലാക്കേണ്ട അവർ വരാത്തതിലൂടെ. അതാണ് നമ്മൾ സംശയിക്കുന്നത്. വലിയ അവർക്ക് കൺസേൺ ഉണ്ടല്ലോ ഇക്കാര്യത്തിന്. നിങ്ങൾ ഇനിയിപ്പോൾ കയറി പരിശോധിക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. സ്ഥാനാർത്ഥിക്കോ സ്ഥാനാർത്ഥിന്റെ ഏജന്റിനോ കൃത്യമായി നോക്കാനുള്ള അധികാരമുണ്ട്. ഇതിൽ CCTVയിലെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അവർക്ക് സ്ട്രോങ് റൂം കാണാനുള്ള ചട്ടങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, കാണാമെന്ന്. ആ അവകാശം നമുക്ക് വെച്ച് തരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ്, അത് ആ നിലയിലാണ് ഇപ്പോൾ UDFന്റെ ആരോപണമായി വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ശരി ബെൻസൺ, എന്തായാലും ഗൗരവകരമായിട്ടുള്ള പരാതിയാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ തന്നെ വിശദീകരണവുമായും രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധ സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് ബെൻസൺ നൽകിയത്.